ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആധുനിക രാഷ്ട്ര നിർമ്മിതിയിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ പങ്കെന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സമ്മേളനം. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിശിഷ്ടാതിഥിയായിരിക്കും. മന്ത്രി വി.എൻ. വാസവൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, KC വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. തമിഴ് സൂപ്പർ താരം അജിത് പാലക്കാട് പെരുവെമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. ആരാധകർക്കിടയിൽ തല എന്നറിയപ്പെടുന്ന നടൻ ഈ വർഷം 2ാം തവണയാണ് ക്ഷേത്രത്തിലെത്തുന്നത്. പതിവ് പോലെ ഭാര്യ ശാലിനിക്കും മകനുമൊപ്പമായിരുന്നു സന്ദർശനം. ഇതിനു മുൻപ് കഴിഞ്ഞ നവംബർ 23-നായിരുന്നു നടൻ ക്ഷേത്രത്തിലെത്തിയത്. പാലക്കാട് വിളയൂരിൽ ഗ്രാമീണ റോഡ് പുനർനിർമ്മിക്കാൻ നടപടി. കൈപ്പുറം വിളയൂർ റോഡാണ് പുനർനിർമ്മിക്കുന്നത്. 10 വർഷം മുൻപ് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ തകർച്ച നേരിട്ടതുകൊണ്ടാണ് 6 കോടിയോളം രൂപ ചെലവഴിച്ച് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. കൈപ്പുറം വിളയൂർ റോഡിലൂടെ നിരവധി യാത്രക്കാരാണ് സഞ്ചരിക്കുന്നത്. 1 വർഷം മുൻപ് ആധുനിക രീതിയിൽ നവീകരിച്ച റോഡിൽ കുഴികൾ രൂപപ്പെട്ടിരുന്നു. റോഡ് നന്നാക്കാൻ 5 കോടി രൂപ അനുവദിച്ചു. റോഡിലെ 45 വർഷത്തിലധികം പഴക്കമുള്ള കലുങ്കുകൾ, പാലം എന്നിവയ്ക്ക് ബലക്ഷയമുള്ളതിനാൽ നവീകരണത്തിന് പിന്നീട് കൂടുതൽ തുക അനുവദിക്കുകയും ചെയ്തു. നവീകരണത്തിന് മുന്നോടിയായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. നേരത്തെ ഈ BMDC ചെയ്യുന്ന സമയത്ത് നിരവധി ഭാഗങ്ങളിൽ 40-45 വർഷമായി പഴക്കമുള്ള കൾവർട്ടുകളുണ്ട്. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല കൾവർട്ടുകൾക്കും ഇനിയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പടിപടിയായി ചെയ്യുന്നതിനും കൂടുതൽ 2 സൈഡും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടി അഡീഷണൽ ആയിട്ടുള്ള പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ള കൾവർട്ടുകളും അതുപോലെ സൈഡ് പ്രൊട്ടക്ഷനും കൂടി അതിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കാളാഞ്ചിറ ഭാഗത്തെ 2 കലുങ്കുകൾ പുതുക്കി നിർമ്മിച്ചു. എടപ്പലം പേരടിയൂർ ഭാഗത്ത് പാർശ്വഭിത്തിയും പൂർത്തിയാക്കും. 10 കിലോമീറ്റർ ദൂരമുള്ളതാണ് ഈ റോഡ്. റോഡ് ഗതാഗത യോഗ്യമാകുന്നതോടെ യാത്രക്കാർക്ക് വലിയ സഹായമാകും. ന്യൂസ് 18 പാലക്കാട്. ഇനി ഇടുക്കിയിൽ നിന്നുള്ള ഒരു സഹജീവി സ്നേഹത്തിന്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആഴമേറിയ കിണറ്റിൽ അകപ്പെട്ട പൂച്ചക്കുഞ്ഞിന് പുതുജീവൻ. ഇടുക്കി തങ്കമണിയിലാണ് സംഭവം. ജീവന്റെ വില തുല്യമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ച. തങ്കമണി കാറ്റാടിക്കവല നെല്ലൻകുഴിയിൽ ഷൈജു പ്രഭാകരന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് പൂച്ച അകപ്പെട്ടത്. ജീവനായി ഏറെ നേരം പിടഞ്ഞു. വളർത്തുപൂച്ചയൊന്നുമല്ല, മറ്റെവിടെയോ നിന്ന് വന്നതാണ്. കരച്ചിൽ കേട്ടെത്തിയവർക്ക് കിണറ്റിലിറങ്ങാൻ ആഴം തടസ്സമായി. എങ്കിലും ജീവൻ രക്ഷിക്കണമെന്ന ആഗ്രഹം മൂലം ഏണിവെച്ച് കിണറ്റിലിറങ്ങി. ഷൈജു ബക്കറ്റിൽ കയർ കെട്ടി പൂച്ചയെ കോരിയെടുക്കാൻ ശ്രമിച്ചു. വെള്ളത്തിലൂടെ ഏറെ നേരം തുഴഞ്ഞു നടന്ന പൂച്ച ക്ഷീണിതനായപ്പോഴാണ് പിടികൂടാനായത്. ഓരോ ജീവനും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇവരുടെ പ്രവർത്തനം. ന്യൂസ് 18 ഇടുക്കി.